നമ്മളിപ്പോൾ കാണുന്നത് പെട്രോളിയം കൊണ്ടുപോകുന്ന ടാങ്കറാണ്. ഈ ടാങ്കർ ഇപ്രാവശ്യം അത്യാവശ്യം വലിപ്പമുള്ളൊരു ടാങ്കറാണ്. ഓരോ അറയ്ക്കുള്ളിൽ 7000 ലിറ്റർ ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എത്ര വലിയ അറകളായിരിക്കും ഇത്? അത് വളരെ മാരകമാണ്, വളരെ സങ്കീർണമാണ്. ഈ ടാങ്കർ ഏതെങ്കിലും വാഹനത്തിൽ ഇടിച്ചാൽ, ഏതെങ്കിലും പോസ്റ്റിൽ ഇടിച്ചാൽ, മറിഞ്ഞു വീണ് എന്തെങ്കിലും ലീക്കേജ് വന്നാൽ, അങ്ങനെയൊന്നും അത്രയും വേഗം ലീക്കേജ് വരില്ല. 3-4 അറ ആണ് അതിനുള്ളിൽ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ആ മൂന്നാമത്തെ അറയുടെ ഉള്ളിലൊക്കെയാണ് ഈ ഓയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അത്രയും വേഗം ഒന്നും പൊട്ടിത്തെറിക്കില്ല. പക്ഷേ പറയാൻ പറ്റില്ല, ഇടിയുടെ ആഘാതത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന അറകളൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, ഇരുമ്പ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിച്ചാൽ ഒരു ജില്ലയുടെ പകുതി മുക്കാലും ഉണ്ടാവില്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അത്രയും വലിയ സ്ഫോടനമാണ് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുക. ആ ഏരിയയിലുള്ള ജനങ്ങളും കാണില്ല, വീടുകളും കാണില്ല, ഒന്നും കാണില്ല. അപ്പോൾ അതിൻ്റെ ഗൗരവം ആക്സിഡൻറ്റ് വരുമ്പോൾ മാത്രമേ അറിയുള്ളൂ. അതല്ലാത്ത പക്ഷം നമുക്കതറിയാൻ ഒരിക്കലും സാധ്യതയില്ല. അപ്പോൾ ഇത്രയും മാരകമായിട്ടുള്ള ഒരു ഉൽപ്പന്നം കൊണ്ടാണ് ഈ ടാങ്കർ പോകുന്നതെന്ന് അർത്ഥം.